മൊയ്ന കൾച്ചർ പല രീതിയിൽ ചെയ്യുന്ന സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മൊയ്ന കൾച്ചറിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബാക്കിൽ കാണുന്ന ഈ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ ഇവിടെ റെഡ് തിലാപ്പിനെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ടാങ്ക് ഇപ്പോൾ ഓൾറെഡി നല്ല ക്ലീൻ ആണ്. അപ്പോൾ നേരത്തെ ഈ ടാങ്കിൽ നല്ല രീതിയിൽ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആൽഗെ ഫോം ചെയ്ത രീതിയിലുള്ളൊരു വെള്ളമായിരുന്നു. അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ ഒരു മൊയ്ന കൾച്ചർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തുടക്കത്തിലിട്ടാണ്. ഏകദേശം ഒരാഴ്ച മുമ്പ് ചെയ്ത സംഭവമാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, റിസൾട്ട് കാണാം എന്താണെന്നുള്ളത്. എന്നിട്ട് റിസൾട്ട് കണ്ടു കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഈ കാണുന്ന 2 ടാങ്കിലായിരുന്നു നമ്മൾ എന്തിനാ മൊയ്ന കൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് നോക്കുമ്പോഴുള്ള അവസ്ഥയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഫ്രിഡ്ജ് ബോക്സിനകത്ത് മൊയ്ന ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊയ്ന കേട്ടോ. നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് ഇങ്ങനെ തിളച്ച് മറിയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിത് കോരി നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന്. ഈ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഡോട്ട് കാണുന്നൊക്കെ മൊയ്ന കേട്ടോ. അപ്പോൾ ഇവിടെ ഒക്കെ ഉണ്ട്, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ അടിയിലേക്ക് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെ ഒക്കെ മൊയ്ന കണ്ടില്ലേ. മാഷാ അല്ലാഹ്, നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ മൊയ്ന കളക്ട് ചെയ്യാനുള്ളൊരു വല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്ന് ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് ഗപ്പികൾക്ക് കൊടുക്കാനുള്ള ഫുഡ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കണേ. നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ആയിട്ട് ഇതിൽ നിന്ന് കോരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കോരിയിട്ടില്ല. എത്രത്തോളം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. മാഷാ അല്ലാഹ്, കണ്ടില്ല ഇതിൻ്റെ അടിത്തട്ടിൽ കണ്ടില്ല നിങ്ങൾ, ഈ സൈഡിൽ പറ്റി പിടിച്ചിരിക്കണമൊക്കെ മൊയ്ന കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇന്ന് മൊത്തം നമ്മുടെ എല്ലാ ഫാമിലുള്ള എല്ലാ ഗപ്പികൾക്കും കൊടുക്കാനുള്ള മൊയ്ന ഇന്ന് ഈ ഒരു ടാങ്കിൽ നിന്ന് മാത്രം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടിപൊളി കണ്ടില്ലേ, നിറച്ച് മൊയ്ന കേട്ടോ. അപ്പോൾ നമ്മൾ അടി കൂടിയ കോരിയില്ല, ഇനി ഒന്ന് അടി കൂടിയ കോരി നോക്കാം. മൊയ്ന നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നിന്ന് കണ്ടില്ലേ, ടാങ്കിൻ്റെ അടിത്തട്ടിൽ കണ്ടില്ല അഴുക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ മീൻ ടാങ്കിലെ ആ അഴുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയായിരുന്നു നമ്മളിവിടെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഇളക്കിയ സമയത്ത് അടിയിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ മൊയ്ന ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ മൊയ്നൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ്സിലൊന്ന് ആക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ മൊയ്ന കൾച്ചർ ഇപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ലൈറ്റ് അടിച്ചിട്ട് നോക്കാം ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള മൊയ്ന ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയപ്പോഴുള്ള ഒരു അവസ്ഥയായിട്ട് കാണുന്നത്. ഇതിനെ നിറച്ച് മൊയ്നയാണ്. അപ്പോൾ ഒരു ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ നമ്മളിത് ഫീഡ് കൊടുക്കാൻ പോണ് ഗപ്പികൾക്ക്. നമുക്ക് ഇതാണ് ഫീഡ് കൊടുക്കാനുള്ളത്. വൈകിട്ട് ഈ ലൈഫ് ഫീഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ഗപ്പികൾക്ക് ലൈഫ് ഫീഡ് കൊടുക്കുകയാണെങ്കിൽ അത് വൈകിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് സുഹൃത്തുക്കൾ പറയാറുള്ളത്. നമ്മൾ രാവിലെ ഡ്രൈ ഫീഡും വൈകിട്ട് മൊയ്നയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൊടുത്തു വരുന്നത്. ഇപ്പോൾ നമ്മൾ 4-5 ടാങ്കിലേക്കായിട്ട് മൊയ്ന കൾച്ചർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാങ്കിൽ നിന്ന് നമ്മൾ പുതിയ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടാങ്കിൽ നിന്ന് മൊയ്ന കൾച്ചർ നമ്മൾ മാറ്റിയതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ടാങ്ക് ഒന്ന് കോരി നോക്കാൻ പോകട്ടെ. സെക്കൻഡ് ടാങ്കും സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ടാങ്കിൽ അഴുക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഫ്രിഡ്ജ് കണ്ടില്ലേ, കോരുമത്തിന് കണ്ടില്ല, നല്ല രീതിയിൽ അഴുക്ക് ഇതിലേക്ക് കണ്ടില്ലായിരുന്നു. ഇതിൽ കാര്യമായിട്ട് മൊയ്ന കാണുന്നില്ല കേട്ടോ. ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മൊയ്ന ഉണ്ടെങ്കിൽ നമുക്ക് ആ തിളക്കൽ ഇങ്ങനെ ശരിക്ക് കാണാൻ പറ്റും. ഈ വൈറ്റ് വരുന്ന വലയുടെ വൈറ്റ് വരുന്ന ഭാഗത്ത് ശരിക്ക് കാണാൻ പറ്റും. മൊയ്ന ഉണ്ട്, കുറവാണ്, കുറേശ്ശെ ഉള്ളൂ. കോരാൻ മാത്രമുള്ള മൊയ്ന ഇതിനകത്തില്ല. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം, കുറേശ്ശെ കാണണ്ട, പക്ഷെ ആയിട്ടില്ല. ഇതിൽ നിന്ന് പിടിക്കാനുള്ളതില്ല. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഷീറ്റ് കണ്ടില്ല, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുള്ള വിരിച്ചിട്ടുള്ള ടാങ്കിലാണ് ഈ മൊയ്ന കൾച്ചർ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഇത് സക്സസ് ആവാത്ത കേട്ടോ. പിന്നെ നല്ല രീതിയിൽ പാട കെട്ടി പോലത്തെ ഒരവസ്ഥ ഉണ്ട്. ഇതിൻ്റെ അടിത്തട്ടിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോർണർ ഭാഗത്ത് കണ്ടില്ല, റെഡ് കാണുന്നില്ലേ, കുറച്ച് മൊയ്ന നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരാഴ്ച മുൻപത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഫ്രിഡ്ജ് ബോക്സിനകത്ത് തിലാപ്പിയ പോലുള്ള വലുതാവുന്ന മത്സ്യങ്ങൾ ചെയ്യുന്നത് വലിയ റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. നമുക്ക് ചെയ്യാൻ പറ്റും, കുറച്ച് എണ്ണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. വളർച്ചയെ അത് ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ടാങ്കിലത്തെ വെള്ളം ക്ലീൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരത്തിലുള്ള ബോക്സുകളിൽ ചെയ്യുമ്പോൾ. ഈ കാണുന്ന ബോക്സിലുള്ളത് റെഡ് തിലാപ്പിയാണ് ഉള്ളത്. വലിയ രീതിയിലുള്ളൊരു വളർച്ച നമുക്ക് കിട്ടിയില്ലെങ്കിലും തെറ്റില്ലാത്ത ചെറിയ രീതിയിൽ ഗ്രോത്തിലേക്ക് വരുന്നുണ്ട്.
പക്ഷേ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലെ വെള്ളം ഇടക്കൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ മൊയ്ന കൾച്ചർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെള്ളം മൊയ്ന കൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുക, ഒഴിവാക്കാതെ മൊയ്ന കൾച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പുതിയ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം, ഈ ടാങ്കിലേക്ക് നിറച്ച് കൊടുക്കാൻ പറ്റും. അതാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റെഡ് തിലാപ്പിയൊക്കെ നമുക്ക് കാണുകയൊക്കെ ചെയ്യാം. ഈ ടാങ്കിൽ ഉണ്ടായിരുന്ന കുറച്ച് ബ്ലാക്ക് തിലാപ്പി ഉണ്ടായിരുന്നു. ആ തിലാപ്പിയാണ് നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാച്ചുറൽ പോണ്ട് 4-2-1 ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെന്ന്. വെള്ളം കൂടി മഴ ചെയ്ത് വെള്ളം കൂടിയപ്പോൾ അത് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിൽ 2 ബോക്സുകളാണ് മൊയ്ന കൾച്ചറിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫ്രിഡ്ജ് ബോക്സ്, അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ തെർമോക്കോളിൻ്റെ ബോക്സിൽ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ടാങ്കിൽ ഇതുവരെ നമ്മൾ മൊയ്ന കൾച്ചർ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു പരീക്ഷണം കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിലവിൽ നമ്മൾ മൊയ്ന കൾച്ചർ ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, മഴവെള്ളം വീഴാത്ത എങ്കിലും തെറ്റില്ലാത്ത രീതിയിൽ വെയിൽ കെട്ടുന്ന സ്ഥലങ്ങളിലാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഇവിടെയൊക്കെ സക്സസ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയക്ക് ഈ ഒരു പരീക്ഷണം നടത്തുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഏരിയയിൽ വെയിൽ തട്ടും, പക്ഷേ ഡയറക്റ്റ് വെയിൽ ഒരിക്കലും തട്ടാത്ത ഏരിയ. കാരണം മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ എൻ്റെ കൂടി മാത്രമേ വെട്ടം വരുള്ളൂ, ഈ ഏരിയ വെട്ടം വരില്ല. അതുപോലെ തന്നെ ഈ ഏരിയയും വെട്ടം വരാൻ ചാൻസ് കുറവാണ്. അത് വെയിൽ ഡയറക്റ്റ് വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആണുള്ളത്. അപ്പോൾ നമുക്ക് പരീക്ഷണം എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ തിലാപ്പിയുടെ ടാങ്കിൽ നിന്ന് വെള്ളം കുറേശ്ശെ കൊടുന്ന് കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ടാങ്കിൽ നിന്ന് ഏകദേശം 1/2 ടാങ്ക് വെള്ളം നമ്മൾ എന്തിട്ടുണ്ട് മൊയ്ന കൾച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള 2 ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എന്നിട്ട് ഇതിനെ ചെറിയ രീതിയിൽ സ്മെല്ല് ഇങ്ങനെ വെള്ളത്തിൽ തോന്നുന്നുണ്ട്. ഒരു പക്ഷേ എനിക്കൊണ്ട് ഇനി അടിത്തട്ടിൽ മീൻ വല്ലതും ഡെഡായി കിടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ അമോണിയ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് വെള്ളത്തിന് ചെറിയ സ്മെല്ല് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കൾ. അപ്പോൾ എങ്ങനെയാലും ഈ അടിത്തട്ടിൽ നമ്മൾ കുറച്ച് വേസ്റ്റ് മാത്രം ഇതിലേക്ക് വലിച്ച സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അടുത്ത് വന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ, നല്ല രീതിയിലുള്ള അഴുക്കുണ്ട്. അപ്പോൾ കൈയിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ അടിത്തട്ടിൽ സെറ്റിലായതുകൊണ്ടാണ് അപ്പോൾ എന്താ കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ ഞാൻ കൈയിട്ട് ഒന്നും ഇങ്ങനെ ഇളക്കിയപ്പോൾ കണ്ടില്ല, പൊന്തിയത് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ അഴുക്കൻ ഇതിൻ്റെ അടിത്തട്ടിലുണ്ട്. ഇതാണ് നമ്മുടെ റെഡ് തിലാപ്പി കേട്ടോ. ഇനിയും സൈസ് ആവാനുണ്ട്. ചിലത് ഒന്നൊക്കെ ഇങ്ങനെ സൈസ് ആവുന്നുണ്ട്, ചിലതൊക്കെ ഇപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് വലിയ ടാങ്ക് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് മാറ്റണം. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് നമ്മൾ താൽക്കാലികമായിട്ടാണ് ഇതിൽ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിലൊക്കെ വലിയ പീസ് നമ്മളെ കയ്യിലുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല സൈസ്, നല്ല കളറും സൈസും ഒക്കെ ആയിട്ടുള്ള സംഭവം നമ്മളെ കയ്യിലുണ്ട്. ഇതിനകത്ത് ഇട്ടതിലും നേരത്തെ നമ്മൾ ഇതിനകത്ത് ഇട്ടതിലാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ ഈ നിലവിലുള്ളതിനൊക്കെ കുറച്ച് സൈസും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമുണ്ട്. ഇപ്പോൾ ഈ ഒരു പീസ് അത്യാവശ്യം ഉണ്ടല്ലേ, ഈ ഒരു സൈസ് കണ്ടില്ലേ, ഇതിനകത്തുള്ള ഈ ഒരു ബാച്ചിൽ ഇതിനകത്തുള്ളതിൽ കുറച്ച് വലുപ്പമുള്ള പീസായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ തിലാപ്പിയുടെ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും തിലാപ്പിനെ ഈ ഒരു ടാങ്കിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ടാങ്ക് അടിത്തട്ടൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ മീൻ വളർത്തുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് വലിയ ടാങ്കിലേക്ക് ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളൊക്കെ മാറ്റാൻ നോക്കാം. ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് വരും ദിവസങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്ന് വെള്ളം നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള മൊയ്ന കൾച്ചറിൻ്റെ ബാക്കി പരിപാടികൾ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഈ കാണുന്ന 2 ബോക്സിലേക്ക് നമ്മൾ എന്തിനുണ്ട് ടാങ്ക് റെഡ് തിലാപ്പിയുടെ ടാങ്ക് ക്ലീൻ ചെയ്തപ്പോഴുള്ള വെള്ളം നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വെള്ളത്തിൻ്റെ കളർ അങ്ങനെ. അതുകൂടാതെ എക്സ്ട്രാ നമ്മളൊരു 1-2 ബക്കറ്റ് വെള്ളമായിട്ട് നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ മൊയ്ന ഇടാൻ പോകുന്നത്. മൊയ്ന നമ്മളിവിടെ ഓൾറെഡി ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ടാങ്കിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തൊട്ടുപുറത്തൊരു ടാങ്കിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാങ്ക് 2 ടാങ്കും ഏകദേശം ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഈ ടാങ്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മൊയ്ന കളക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അരിപ്പ് നമ്മളെടുത്തിട്ടുണ്ട്. ഇതിൽ മൊയ്ന ഉണ്ടോ എന്നുള്ള അറിയില്ല കേട്ടോ, കാരണം കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊയ്ന വീണ്ടും നശിച്ചു പോകുന്നതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം 3 ആഴ്ചയിലിടക്ക് അല്ലെങ്കിൽ മാസത്തിൽ ഒരു മാസം വെയിറ്റ് ചെയ്തത് അതിന് മുമ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടാങ്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് പുതിയതായിട്ട് ഇതിലും മൊയ്ന കൾച്ചർ റീസ്റ്റാർട്ട് ചെയ്യാണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അതിലെത്തിയിട്ടൊന്ന് കോരി നോക്കട്ടെ. ഈ സൈഡിൽ കണ്ടില്ല, ചുവപ്പ് പോലെ പറ്റി പിടിച്ചതൊക്കെ മൊയ്നയാണ്. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടിയിൽ കണ്ടില്ല കുനിഞ്ഞു കൂടിയിരിക്കണേ. അപ്പോൾ മൊയ്ന ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ മൊയ്ന നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടറായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, റീസ്റ്റാർട്ട് ചെയ്യാനുണ്ട് മൊയ്ന കൾച്ചർ ഇട്ടാൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സ്റ്റാർട്ടർ ഇങ്ങോട്ട് മാറ്റാൻ പോവാണ്. എൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മൊയ്നനെ അവിടെ കാണുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ ഈ 2 ടാങ്കിലും മൊയ്ന കൾച്ചറിൻ്റെ സ്റ്റാർട്ടറായിട്ട് കുറച്ച് 2ലും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ കൊതുവല പുതിയത് വാങ്ങിയിട്ടുണ്ട്. ഇത് 5-6 കട്ടിലിൻ്റെ മുകളിലേക്ക് ഇടുന്ന കൊതുവല സൈസാണ്. ഇപ്പോൾ ഒരു പാക്ക് മേടിച്ചതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈസിലിട്ടിട്ട് കവർ ചെയ്യാണ്ട് കൊതുക് കയറി മുട്ടടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ കാണുന്ന ടാങ്കിലെ റിസൾട്ട് സക്സസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റേ 2 ടാങ്കും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലുള്ള മൊയിനെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും ഗപ്പികൾ കൊടുക്കാൻ. അപ്പോൾ മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.